നമസ്തേ. അത്യന്തം സുരക്ഷയുള്ള കേന്ദ്രത്തിൽ നിന്ന് 147 ചോദ്യ സെറ്റുകൾ പുറത്തേക്ക് എങ്ങനെ എത്തി? ചിലർ കടലാസ് കഷ്ണങ്ങളിൽ എഴുതി ഒളിപ്പിച്ചു. മറ്റു ചിലർ മുഴുവൻ ചോദ്യങ്ങളും മനഃപ്പാഠമാക്കി പുറത്തെടുത്തു. രാജ്യത്തെ ഏറ്റവും വലിയ പ്രവേശന പരീക്ഷയായ നീറ്റിന്റെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ CBI പുറത്തുവിടുന്നത്. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച ആസൂത്രിത ഗൂഢാലോചന. 147 ചോദ്യസെറ്റുകൾ കടത്തിയത് സൂക്ഷ്മ തന്ത്രങ്ങളിലൂടെ ഞെട്ടിക്കുന്ന കണ്ടെത്തലുമായിട്ട് CBI. രാജ്യത്തെ മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ച കേസിൽ CBI അന്വേഷണത്തിൽ പുറത്തുവരുന്ന വിവരങ്ങൾ രാജ്യത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. അതീവ സുരക്ഷാ ക്രമീകരണങ്ങൾ നിലനിന്നിരുന്ന ചോദ്യപേപ്പർ പരിഭാഷാ കേന്ദ്രങ്ങളിൽ നിന്നാണ് പ്രതികൾ അതിസൂക്ഷ്മവും ആസൂത്രിതവുമായ രീതിയിൽ ചോദ്യങ്ങൾ പുറത്തു കടത്തിയതെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. കേസിൽ ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള കെമിസ്ട്രി പ്രൊഫസർ കുൽക്കർണി ചോദ്യപേപ്പറിലെ കെമിസ്ട്രി വിഭാഗത്തിലെ ചോദ്യങ്ങൾ ചെറിയ കടലാസ് കഷ്ണങ്ങളിൽ സൂക്ഷ്മമായി കുറിച്ചെടുത്തുകൊണ്ട് വസ്ത്രങ്ങൾക്കിടയിൽ ഒളിപ്പിച്ചാണ് കേന്ദ്രത്തിന് പുറത്തേക്ക് കടത്തിയതെന്ന് CBI വ്യക്തമാക്കുന്നു. ഈ രീതിയിൽ ഏകദേശം 147 ചോദ്യസെറ്റുകൾ പുറത്തേക്ക് കടത്തിയെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ഇതോടൊപ്പം സംഘത്തിലെ മറ്റു ചിലർ ചോദ്യങ്ങൾ മുഴുവൻ മനഃപ്പാഠമാക്കിയാണ് സുരക്ഷാ കേന്ദ്രത്തിൽ നിന്ന് പുറത്തു കടന്നത്. മുൻകൂട്ടി ബുക്ക് ചെയ്തിരുന്ന ഹോട്ടൽ മുറികളിലെത്തി അവർ ഓർമ്മയിൽ സൂക്ഷിച്ചിരുന്ന ചോദ്യങ്ങൾ കടലാസിൽ പകർത്തി. തുടർന്ന് മറ്റൊരു പ്രതി പാഠപുസ്തകങ്ങളിൽ ബന്ധപ്പെട്ട ഭാഗങ്ങൾ കണ്ടെത്തി ഉത്തരങ്ങൾ തയ്യാറാക്കി ചോദ്യപേപ്പറിനൊപ്പം കൈമാറുകയായിരുന്നു. ചോദ്യപേപ്പർ വിവിധ ഇന്ത്യൻ ഭാഷകളിലേക്ക് പരിഭാഷപ്പെടുത്തുന്ന രഹസ്യഘട്ടത്തിലാണ് ഈ ചോർച്ച നടന്നതെന്നും പ്രിന്റിംഗ് പ്രസ്സുകളും അനുബന്ധ കേന്ദ്രങ്ങളും കേന്ദ്രീകരിച്ചാണ് ഗൂഢാലോചന നടപ്പാക്കിയതെന്നും CBI കണ്ടെത്തി. ചോദ്യങ്ങൾ ചോർത്തി മിനിറ്റുകൾക്കകം പ്രത്യേക സംഘങ്ങൾക്ക് കൈമാറുകയും തുടർന്ന് ലക്ഷക്കണക്കിന് രൂപ വാങ്ങി ഉദ്യോഗാർത്ഥികൾക്ക് വിൽക്കുകയും ചെയ്തിരുന്നു. അന്വേഷണത്തിനിടെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ NTA സുരക്ഷാ സംവിധാനത്തിലും ഗുരുതര വീഴ്ചകൾ കണ്ടെത്തിയിട്ടുണ്ട്. പ്രധാന പ്രവേശന ഭാഗങ്ങളിൽ CCTV ക്യാമറകൾ പോലും സ്ഥാപിച്ചിരുന്നില്ലെന്ന കണ്ടെത്തൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ പോലും അമ്പരപ്പിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. ഈ സുരക്ഷാ വീഴ്ചയാണ് പ്രതികൾ പരമാവധി മുതലെടുത്തതെന്നാണ് CBI വിലയിരുത്തൽ. നീറ്റ് പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചതിന് പിന്നാലെ അസാധാരണമായി ഉയർന്ന മാർക്കുകളും ഒരേ കേന്ദ്രത്തിൽ നിന്ന് നിരവധി വിദ്യാർത്ഥികൾക്ക് മുഴുവൻ മാർക്കും ലഭിച്ചതുമാണ് ആദ്യം സംശയങ്ങൾക്ക് വഴിവെച്ചത്. പിന്നീട് ബീഹാർ, ഗുജറാത്ത് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ പരീക്ഷയ്ക്ക് മുമ്പ് കോടികൾ വാങ്ങി ചോദ്യപേപ്പറും ഉത്തരങ്ങളും കൈമാറിയതായി പ്രാദേശിക അന്വേഷണങ്ങൾ തെളിവുകൾ കണ്ടെത്തുകയും ചെയ്തു. വിഷയം രാജ്യവ്യാപക പ്രതിഷേധത്തിനും സുപ്രീം കോടതിയുടെ ഇടപെടലിനും വഴിവെച്ചതോടെയാണ് കേന്ദ്ര സർക്കാർ കേസ് CBIക്ക് കൈമാറിയത്. ഇതുവരെ നിരവധി പ്രതികളെ അറസ്റ്റ് ചെയ്ത അന്വേഷണ സംഘം പരിശീലന കേന്ദ്രങ്ങളും ഇടനിലക്കാരും ഉൾപ്പെട്ട സംഘടിത ശൃംഖലയാണ് ഈ ചോർച്ചയ്ക്ക് പിന്നിലെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. നിലവിൽ പ്രതികളുടെ ബാങ്ക് അക്കൗണ്ടുകൾ, സാമ്പത്തിക ഇടപാടുകൾ, ഡിജിറ്റൽ തെളിവുകൾ എന്നിവ വിശദമായി പരിശോധിച്ചു വരികയാണ്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിലെ ചില ഉന്നത ഉദ്യോഗസ്ഥരുടെ പങ്കും അന്വേഷണ പരിധിയിലുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം. കേസിന്റെ അന്വേഷണം അവസാന ഘട്ടത്തിലായതോടെ വരും ദിവസങ്ങളിൽ പ്രത്യേക CBI കോടതിയിൽ ഇടക്കാല റിപ്പോർട്ടോ പ്രാഥമിക കുറ്റപത്രമോ സമർപ്പിക്കുമെന്നാണ് സൂചനകൾ ചൂണ്ടിക്കാട്ടുന്നത്. ഇതിനിടെ പരീക്ഷാ സംവിധാനത്തിന്റെ വിശ്വാസ്യത വീണ്ടെടുക്കാൻ NTA ഘടനാപരമായ പരിഷ്കാരങ്ങൾ നിർദ്ദേശിക്കാൻ കേന്ദ്ര സർക്കാർ വിദഗ്ധ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. കേസിൽ കൂടുതൽ പ്രമുഖർ അറസ്റ്റിലാകാൻ സാധ്യതയുണ്ടെന്നും അന്വേഷണ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച രാജ്യത്തെ നടുക്കിയ വിവാദം. ഇതുവരെ എന്തെല്ലാം സംഭവിച്ചു, കേന്ദ്ര സർക്കാർ എന്തെല്ലാം നടപടികൾ സ്വീകരിച്ചു എന്ന് നമുക്ക് നോക്കാം. രാജ്യത്തെ മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റ് UG വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്ത സംഭവമായിരുന്നു ചോദ്യപേപ്പർ ചോർച്ച വിവാദം. ഓരോ വർഷവും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ മാസങ്ങളുടെയും വർഷങ്ങളുടെയും കഠിനാധ്വാനത്തിന് ശേഷം എഴുതുന്ന പരീക്ഷയിൽ ക്രമക്കേടുകൾ നടന്നെന്ന ആരോപണം രാജ്യവ്യാപക പ്രതിഷേധത്തിനാണ് വഴിവെച്ചത്. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും വിദ്യാഭ്യാസ വിദഗ്ധരും രാഷ്ട്രീയ പാർട്ടികളും ഒരേ സ്വരത്തിൽ ഉയർത്തിയ ചോദ്യം ഒന്ന് മാത്രമായിരുന്നു: രാജ്യത്തെ ഏറ്റവും വലിയ പ്രവേശന പരീക്ഷ പോലും സുരക്ഷിതമല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ ഭാവി എവിടെയാണ് എന്ന്. എന്നാൽ 2024 മെയ് 5-നാണ് നീറ്റ് UG പരീക്ഷ രാജ്യത്തുടനീളം നടന്നത്. എന്നാൽ ഫലം പ്രസിദ്ധീകരിച്ചതിന് പിന്നാലെ അസാധാരണമായ മാർക്കുകളും ഒരേ പരീക്ഷാ കേന്ദ്രത്തിൽ നിന്നുള്ള നിരവധി വിദ്യാർത്ഥികൾക്ക് മുഴുവൻ മാർക്കും ലഭിച്ചതുമാണ് ആദ്യ സംശയങ്ങൾക്ക് വഴിവെച്ചത്. ബീഹാർ, ഗുജറാത്ത്, ജാർഖണ്ഡ്, ഹരിയാന തുടങ്ങി വിവിധ സംസ്ഥാനങ്ങളിൽ പരീക്ഷയ്ക്ക് മുമ്പ് വൻ തുക വാങ്ങി ചോദ്യപേപ്പറും ഉത്തരങ്ങളും കൈമാറിയ വിവരങ്ങൾ പുറത്തുവന്നതോടെ വിഷയം ദേശീയതലത്തിൽ വലിയ ചർച്ചയായി മാറുകയായിരുന്നു. ബീഹാറിൽ പ്രാദേശിക പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ആദ്യമായി സംഘടിത ചോദ്യപേപ്പർ ചോർച്ചയുടെ തെളിവുകൾ ലഭിച്ചത്. പിന്നീട് അന്വേഷണം വ്യാപിപ്പിച്ചതോടെ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന ഏജന്റുമാരുടെയും കോച്ചിംഗ് സെന്ററുകളുടെയും ഇടനിലക്കാരുടെയും പങ്ക് പുറത്തുവന്നു. വിദ്യാർത്ഥികളിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ വാങ്ങിയാണ് ചോദ്യപേപ്പറും ഉത്തരങ്ങളും കൈമാറിയതെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്.
ക്രമക്കേടുകൾ പുറത്തു വന്നതോടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിദ്യാർത്ഥികൾ ശക്തമായ പ്രതിഷേധം ആരംഭിച്ചു. ദില്ലിയിലെ ജന്തർ മന്ദർ ഉൾപ്പെടെ നിരവധി സ്ഥലങ്ങളിൽ പ്രതിഷേധ ധർണകളും മാർച്ചുകളും നടന്നു. വിവിധ വിദ്യാർത്ഥി സംഘടനകളും യുവജന സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. അതുപോലെ തന്നെ CJP വലിയ രീതിയിലുള്ള സംഘടനകളും പ്രൊട്ടസ്റ്റും ഒക്കെ നടത്തിയിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ജന്തർ മന്ദറിൽ വലിയ രീതിയിലുള്ള അക്രമാസക്തമായിട്ടുള്ള സംഭവങ്ങൾ നടന്നു. പോലീസിനെ ഉപദ്രവിച്ചു. തിരിച്ചും അവർക്ക് നല്ല രീതിയിൽ പ്രതിഷേധം നടത്തുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിരോധിത മേഖലയിലായിട്ടുള്ള അത്യന്തം സുരക്ഷാ മേഖലയിൽ പോയിട്ട് ഇവർ സമരം ചെയ്ത് അങ്ങനെ വലിയ രീതിയിൽ ജൂലൈ 20, 21 തീയതികളിൽ വലിയ രീതിയിലുള്ള സമര പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പരീക്ഷ റദ്ദാക്കുക, മുഴുവൻ പ്രതികളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക, വിദ്യാർത്ഥികളുടെ ഭാവി സംരക്ഷിക്കുക, അതുപോലെ തന്നെ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക എന്നൊക്കെയായിരുന്നു ഇവരുടെ CJPയുടെ ആവശ്യങ്ങളായിരുന്നു പ്രധാനമായിട്ടും ഉയർന്നു വന്നത്. എന്നാൽ ഇതിനിടയിൽ വിദ്യാർത്ഥികളല്ലാത്ത കുറച്ചുപേർ അതിൽ പങ്കെടുത്ത് അനാവശ്യമായുള്ള ആക്രമണങ്ങളും അതുപോലെ തന്നെ പൊതുമുതൽ നശിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾ നടത്തിയിരുന്നു. അതെല്ലാം നമ്മൾ തത്തുമൈ ന്യൂസ് അതൊക്കെ വാർത്ത ചെയ്തതാണ്. പിന്നീട് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുകയും ചെയ്തു. പിന്നീട് അതിനുശേഷവും മറ്റു പല വിഷയങ്ങളും CJP ഇപ്പോൾ സമരം തുടരുമെന്നും അറിയിക്കുന്നുണ്ട്. അറിയില്ല, എന്തായാലും അത് പിന്നീട് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാവും. വിഷയം ഇപ്പോൾ ഈ നീറ്റ് വിഷയം ദേശീയ തലത്തിൽ വലിയ വിവാദമായതോടെ കേന്ദ്ര സർക്കാർ അന്വേഷണം CBIക്ക് കൈമാറാൻ തീരുമാനിച്ചു. തുടർന്ന് സാധാരണ പോലീസ് അന്വേഷണത്തിനപ്പുറം രാജ്യവ്യാപകമായി പ്രവർത്തിച്ചിരുന്ന ചോർച്ചാ ശൃംഖലയുടെ മുഴുവൻ കണ്ണികളും കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഈ നടപടി. ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ ഈ ചോർച്ചകൾ നടത്തിയത് ഇതുപോലെ തന്നെയുള്ള കോച്ചിങ് സെന്ററിലെ അധ്യാപകരും ഇതുപോലെ ഈ പ്രൊഫസർ കുൽക്കർണി ഇവരൊക്കെയാണ്. ഇതൊരു വലിയ മാഫിയാണ്. പക്ഷെ ഇവർക്കെതിരെ ഒന്നും CJP ഒരു വിരൽ പോലും അനക്കിയില്ല. പ്രധാനമന്ത്രി രാജിവെക്കുക, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക എന്നീ ആവശ്യങ്ങൾ മാത്രമായിരുന്നു. ഇവർ ഈ കുറ്റം ചെയ്തവരെ എന്ത് ചെയ്യണമെന്ന് CJP എന്താണ് അവർക്കെതിരെ ഒന്നും ശബ്ദിക്കുന്ന പോലുമില്ല. അപ്പോൾ ശരിക്കും ഇവർക്കെതിരെയല്ലേ സമരം ചെയ്യേണ്ടത്? ഒരു വീഴ്ച ഉണ്ടായി, ഒരു കൃത്യമായ ഒരു അവലോകനം നമ്മുടെ കൂട്ടത്തിലുള്ള, അതായത് ഈ NTA ചില ആളുകൾ അല്ലെങ്കിൽ ഈ ഒരു വിദ്യാഭ്യാസ വകുപ്പിലുള്ള കുറച്ച് ആളുകൾ ഇതിനകത്ത് ഉൾപ്പെട്ടിരുന്നു. അവരെയൊക്കെ ധർമ്മേന്ദ്ര പ്രധാൻ അപ്പോൾ തന്നെ നടപടിയെടുക്കുകയും അവിടുന്ന് പുറത്താക്കുകയും ചെയ്തിരുന്നു. എന്നിട്ടും അതിൻ്റെ കുറ്റം അദ്ദേഹം സ്വയം ഏറ്റെടുക്കുകയും ചെയ്തു. എന്നിട്ട് അതിൽ ശരിയായ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം രാജിവെച്ചത്. ഒരിക്കലും അതൊരു മുട്ടുകുത്തലോ അല്ലെങ്കിൽ തോറ്റുപോയി അങ്ങനെയൊന്നുമല്ല. യഥാർത്ഥ വിദ്യാർത്ഥികൾ, ശരിയായ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹം രാജിവെച്ചത്. പക്ഷേ CJP ഇത്തരം ഈ വലിയ കുറ്റകൃത്യം ചെയ്ത ഇവരെ പോലുള്ള ഈ പരീക്ഷാ മാഫിയകൾക്ക്, മീൻസ് കോച്ചിങ് സെൻ്ററിലുള്ള മാഫിയകൾക്കെതിരെ എന്തുകൊണ്ട് നടപടി എടുത്തില്ല എന്നുള്ളൊരു ചോദ്യവും ഉയരുന്നുണ്ട് ഈ ഒരു അവസരത്തിൽ. എന്തായാലും കേന്ദ്ര സർക്കാർ അടങ്ങിയിരുന്നില്ല. അവർ കൃത്യമായ ഒരു അവലോകനം നടത്തി, എക്സാം രണ്ടാമത് നടത്തി. പിന്നെ രണ്ടാമത് വന്നപ്പോൾ വിദ്യാർത്ഥികൾ നല്ല രീതിയിൽ മാർക്ക് വാങ്ങി, റാങ്ക്, ആ വിദ്യാർത്ഥികളുടെയൊക്കെ വീഡിയോ ദൃശ്യങ്ങൾ, അവരുടെ കാര്യങ്ങൾ പറയുന്ന വീഡിയോ ഒക്കെ നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നടന്നു. എന്നിട്ടും ഇവർ പ്രൊട്ടസ്റ്റൊക്കെ തുടർന്നുകൊണ്ടേയിരുന്നു. പിന്നെ അടുത്ത വർഷം മുതൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള എക്സാം ആയിരിക്കും നടത്തുക എന്ന് പഴുതടച്ച ഒരു ചോദ്യപേപ്പർ ചോർച്ച എന്നുള്ളൊരു സംഭവം ഇനി വരാതിരിക്കാൻ വേണ്ടിയിട്ട് അത്തരത്തിലുള്ള വലിയ സുരക്ഷാ ക്രമീകരണങ്ങളോടെ ആയിരിക്കും ഇനി എക്സാം നടത്തുക എന്ന് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. അപ്പം അതുമാത്രമല്ല, ഈ ഒരു സംഭവത്തിൻ്റെ പ്രൊട്ടസ്റ്റ് നടക്കുമ്പോൾ തന്നെ അതൊന്നും അവരറിഞ്ഞില്ല. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരുന്ന കുറ്റക്കാരായിട്ടുള്ള അധ്യാപകരെയും മാഫിയ ഈ കോച്ചിങ് സെൻ്ററുകൾ നടത്തിയിരുന്നവരെയൊക്കെ പോലീസ് പിടികൂടിയിരുന്നു. അപ്പോൾ ഇവർ സാധാരണ പോലീസ് അന്വേഷിക്കുന്നതിന് പകരമായിട്ട് CBI ആണ് കേന്ദ്ര സർക്കാർ നിയോഗിച്ചത് ഈ ഒരു കേസ് അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പം രാജ്യവ്യാപകമായിട്ട് പ്രവർത്തിച്ചിരുന്ന ചോർച്ചാ ശൃംഖലയുടെ മുഴുവൻ കണ്ണികളും കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നടപടി കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത്. തുടർന്ന് CBI വിവിധ സംസ്ഥാനങ്ങളിൽ വ്യാപക റെയ്ഡുകൾ നടത്തി നിരവധി പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ഡിജിറ്റൽ തെളിവുകൾ, അതായത് സാമ്പത്തിക ഇടപാടുകൾ, ബാങ്ക് അക്കൗണ്ടുകൾ, അവരുടെ മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പുകൾ എന്നിവ പിടിച്ചെടുക്കുകയും ചെയ്തു. അന്വേഷണം പുരോഗമിക്കവെയാണ് ഈ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഇപ്പോൾ ഒന്നൊന്നായിട്ട് പുറത്തു വന്നത്. അതീവ സുരക്ഷയുള്ള ചോദ്യപേപ്പർ പരീക്ഷാ കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ ചോദ്യങ്ങൾ ചോർത്തിയെന്നാണ് ഇപ്പോൾ CBI കണ്ടെത്തിയിരിക്കുന്നത്. കേസിൽ അറസ്റ്റിലായ കെമിസ്ട്രി പ്രൊഫസറായിട്ടുള്ള കുൽക്കർണി ചോദ്യപേപ്പറിലെ കെമിസ്ട്രി വിഭാഗത്തിലെ ചോദ്യങ്ങൾ ചെറിയ കടലാസ് കഷ്ണങ്ങൾ, അതായത് നമ്മൾ പറയില്ല തുണ്ടുപേപ്പറിലാക്കിയിട്ട് കുറിച്ചെടുത്ത് അങ്ങനെയാണ് വസ്ത്രങ്ങൾക്കിടയിൽ ഒളിപ്പിച്ചിട്ടാണ് പുറത്തേക്ക് കടത്തിയത്. അന്വേഷണത്തിൽ ഇങ്ങനെ കടത്തിയതെന്ന് അന്വേഷണത്തിൽ CBI കണ്ടെത്തി. ഈ രീതിയിൽ ഏകദേശം 147 ചോദ്യസെറ്റുകളാണ് ഇയാൾ ഇങ്ങനെ ചോർത്തിയത് കേട്ടോ.
എന്തായാലും ഇതിലും ഞെട്ടിക്കുന്ന മറ്റൊരു വിവരമാണ് സംഘത്തിലെ ചിലർ ചോദ്യങ്ങൾ മുഴുവൻ മനഃപ്പാഠമാക്കിയെന്ന്. നമുക്ക് ഒരു ചോദ്യം തന്നെ മനഃപ്പാടാക്കാൻ ഭയങ്കര ഇതാണ്. അപ്പോൾ ഈ ചോദ്യങ്ങൾ ഇത്രയും ചോദ്യങ്ങളൊക്കെ മനഃപ്പാഠമാക്കി സുരക്ഷാ കേന്ദ്രത്തിൽ നിന്ന് പുറത്ത് കടക്കുകയും പിന്നീട് ഇവർ റൂമിൽ പോയിട്ട് തുടർന്ന് മുൻകൂട്ടി ബുക്ക് ചെയ്തിരുന്ന ഹോട്ടൽ മുറികളിലെത്തിയിട്ട് ഓർമ്മയിൽ സൂക്ഷിച്ചിരുന്ന ചോദ്യങ്ങൾ കടലാസിലേക്ക് അവർ പകർത്തി മറ്റൊരു സംഘം പാഠപുസ്തകത്തിൽ നിന്ന് ഉത്തരങ്ങൾ കണ്ടെത്തി തയ്യാറാക്കുകയും ചെയ്തിരുന്നു. എൻ്റെ അമ്മോ, എന്തൊക്കെ പരിപാടികളാണ് ഇവർ ചെയ്തു വെച്ചിരിക്കുന്നത് അല്ലേ. മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും വൻ തുക വാങ്ങി ഉദ്യോഗാർത്ഥികൾക്ക് കൈമാറിയതായും CBI കണ്ടെത്തി. എന്തായാലും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ശരിക്കും കഷ്ടപ്പെട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ഇവിടെ തോറ്റുപോകുന്നത്. എന്തായാലും അന്വേഷണത്തിനിടെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ സുരക്ഷാ സംവിധാനത്തിലും ഗുരുതര വീഴ്ചകൾ കണ്ടെത്തിയിരുന്നു. അത് ഞാൻ പറഞ്ഞല്ലോ, ഗുരുതര വീഴ്ചകൾ കണ്ടെത്തിയിരുന്നു. അതിലും ആളുകളെ പുറത്താക്കി. പ്രധാന പ്രവേശന ഭാഗങ്ങളിൽ CCTV ക്യാമറകൾ പോലും സ്ഥാപിച്ചിരുന്നില്ലെന്നും സുരക്ഷാ നിരീക്ഷണത്തിൽ വലിയ പോരായ്മകൾ ഉണ്ടായിരുന്നെന്നും അന്വേഷണ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഈ സുരക്ഷാ വീഴ്ചകളാണ് പ്രതികൾക്ക് അവസരമായതെന്നാണ് CBIയുടെ വിലയിരുത്തൽ. എന്തായാലും കേസ്, ഈ ഒരു നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുടെ ഒരു കേസ് ദേശീയ പ്രാധാന്യമുള്ള വിഷയമായതോടെ സുപ്രീം കോടതിയും വിഷയത്തിൽ ഇടപെട്ടിരുന്നു. പരീക്ഷ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടും പുനഃപരീക്ഷ നടത്തണമെന്ന് ആവശ്യപ്പെട്ടും നിരവധി ഹർജികൾ കോടതിയിലെത്തി. തുടർന്ന് വാദം കേൾക്കുന്ന വേളയിൽ പരീക്ഷാ സംവിധാനത്തിന് വിശ്വാസ്യതയും വിദ്യാർത്ഥികളുടെ താല്പര്യവും ഒരുപോലെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയത്. അതേസമയം കേന്ദ്ര സർക്കാർ പരീക്ഷാ സംവിധാനത്തിൽ സമഗ്രമായ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ നടപടികൾ ആരംഭിച്ചു. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ പ്രവർത്തനം വിലയിരുത്താൻ ഉന്നതതല വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. പരീക്ഷാ സുരക്ഷ ശക്തിപ്പെടുത്തുക, ഡിജിറ്റൽ നിരീക്ഷണം വർദ്ധിപ്പിക്കുക, ചോദ്യപേപ്പർ തയ്യാറാക്കൽ മുതൽ പരീക്ഷ നടത്തിപ്പ് വരെ എല്ലാ ഘട്ടങ്ങളിലും പുതിയ സുരക്ഷാ മാനദണ്ഡങ്ങൾ നടപ്പാക്കുക തുടങ്ങിയ നിരവധി നിർദ്ദേശങ്ങളാണ് സമിതി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും പരീക്ഷാ സംവിധാനത്തിന് വിശ്വാസ്യത പുനഃസ്ഥാപിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ അന്വേഷണത്തിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തുന്ന ആരെയും വെറുതെ വിടില്ലെന്നും ആവശ്യമായ നിയമ നടപടികളെല്ലാം സ്വീകരിക്കുമെന്നും കേന്ദ്ര സർക്കാർ ആവർത്തിച്ചു പറയുകയാണ്. നിലവിൽ ഈ ഒരു കേസിന്റെ അന്വേഷണം അവസാന ഘട്ടത്തിലേക്കാണ്. പ്രതികളുടെ സാമ്പത്തിക ഇടപാടുകൾ, ബാങ്ക് അക്കൗണ്ടുകൾ, ഡിജിറ്റൽ തെളിവുകൾ എന്നിവ വിശദമായി പരിശോധിച്ചു വരികയാണ്. ഒപ്പം ചോദ്യപേപ്പർ ചോർച്ചാ ശൃംഖലയുമായി ബന്ധപ്പെട്ട കൂടുതൽ പേരെ കണ്ടെത്താനുള്ള ശ്രമവും തുടരുകയാണ്. അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക CBI കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കാനുള്ള നടപടികളും പുരോഗമിക്കുകയാണ്. രാജ്യത്തെ ഏറ്റവും വലിയ മെഡിക്കൽ പ്രവേശന പരീക്ഷയെ ചുറ്റിപ്പറ്റി രൂപപ്പെട്ട ഈ വിവാദം ഒരു പരീക്ഷയുടെ വിശ്വാസ്യത മാത്രമല്ല, രാജ്യത്തെ പരീക്ഷാ സംവിധാനത്തിന്റെ സുരക്ഷയും ചോദ്യം ചെയ്തിരിക്കുകയാണ്. ഇനി CBIയുടെ അന്തിമ അന്വേഷണ റിപ്പോർട്ടും കോടതിയുടെ തുടർ നടപടികളും കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പരിഷ്കാരങ്ങളുമാണ് രാജ്യത്തെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉറ്റുനോക്കുന്നത്. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിച്ച നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കുറ്റക്കാർ ആരായാലും നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുമെന്നും പരീക്ഷാ സംവിധാനത്തിന്റെ വിശ്വാസ്യത പുനഃസ്ഥാപിക്കുമെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. CBI അന്വേഷണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ രാജ്യത്തിന്റെ ശ്രദ്ധ ഇനി കുറ്റപത്രത്തിലും തുടർ നടപടികളിലുമാണ്. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമന്റ് ചെയ്ത് അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ വാർത്തകളും വിശകലനങ്ങൾക്കും ലഭിക്കാൻ നമ്മുടെ ഈ ചാനൽ തത്തുമൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.